ജോമോൻ ഏതാന്ന് കാണിച്ചു തരുവാണെങ്കിൽ. ആ കാര്യം കാണാൻ മാത്രമുള്ള ഒരു സ്നേഹമൊക്കെ ഉള്ളൂ. അമ്മേനെ പൊന്നു പോലെ നോക്കൂ, അമ്മേനെ പൊന്നു പോലെ നോക്കൂന്നേ. എലിക്കുട്ടി രാവിലെ വാതിൽ തുറക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ എന്നെ വിളിക്കുവേ. അപ്പം ഞാൻ ചോദിച്ചെന്നാ ആരാന്ന് ചോദിക്കാൻ പറയുമ്പോ അമ്മ പറഞ്ഞ അത് ചോദിക്കാനും നിക്കണ്ട, ആരാന്ന് നമുക്ക് വരുമ്പോ മനസ്സിലാക്കാന്ന്. അത് അമ്മയ്ക്ക് മനസ്സിലായി ആരാന്ന്? മനസ്സിലായോ? ആരാ പറ. പറഞ്ഞു മനസ്സിലായോ? അതിനൂടെ ആരാ എന്താന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. ആരാ എന്താന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ അത് നമുക്ക് മനസ്സിലാക്കി തരും അവര്. എന്തൊക്കെയാന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുത്ത ആരാന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ എലിക്കുട്ടി അമ്മേനെ. മനസ്സിലാക്കി തരും. മനസ്സിലാക്കി കൊടുത്തേ. ആരാ ഇതാരാ? അത് വലിയ അങ്ങനെ അമ്മ പലതും പറയും, വേണ്ട. അരിയൻ അമ്മയുടെ അനിയനാണോ? ചേട്ടന്മാരും അനിയന്മാരും ഒക്കെയാ. ആണോ? ചേട്ടന്മാരും അനിയന്മാരും ആണോ? അമ്മയ്ക്ക് മക്കളൊന്നുമില്ലേ? എന്റെ മക്കളുടെ കാര്യം പറഞ്ഞു. ചേട്ടന്മാരും അനിയന്മാരും ആണ് അമ്മയുടെ മക്കള്. പക്ഷെ എന്നാ എന്റെ മകനാന്ന് പറയണ്ടേ? എന്നാ എന്റെ മകനാന്ന് പറയണ്ടേ? അത് വേറെ ഉണ്ടല്ലേ, വേറെ മക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോ ആരെ എവിടെയാ വന്ന് നിക്കുന്നേ? ആരാണേലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മൾ ആരാണേലും ബന്ധവും ബന്ധവും ഉള്ളതാണെങ്കിൽ മനുഷ്യരാ. അന്തം ബന്ധമുള്ളതാണ് മനുഷ്യരാ. ഈ അമ്മയുടെ ഒരു അന്തം എന്താ ഇപ്പൊ ഇതിനകത്ത് കേട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കാൻ്റെ കാര്യം. തലമുടി ഇരിക്കണ്ട അവിടെ വെട്ടിക്കളാ. കിടന്നിട്ട് ഏറ്റു വന്നപ്പോഴേ എന്ത് മനുഷ്യരാ പോകുന്ന നമുക്കും പോവാം. എവിടെയാ? അല്ല അമ്മ പറഞ്ഞു എന്ത് മനുഷ്യരാ പോണേ, നമുക്കും പോയേക്കാം. നമ്മൾ രണ്ടുപേരും വീട്ടിൽ കുത്തിയിരിക്കുന്നേ. അതിനാ അങ്ങനെ വേണ്ട. അങ്ങനെ വേണ്ടേ? അവരൊക്കെ പോണ പള്ളിയിലെ കൂട്ടുണ്ട്. ഏത് കൂട്ട്? കുരിശും മറ്റു സാധനങ്ങളൊക്കെ വെക്കണ സ്ഥലം അതിന് പ്രത്യേകമായിട്ട് വെച്ചിരിക്കുന്ന. ആണോ? ഞാൻ പോവാണേ. നീ കേറ്. അമ്മയ്ക്ക് ആരാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ആരാന്ന്. ആരും അമ്മ ചോദിക്ക് ആരാന്ന്. അന്തോ ബന്ധമില്ല, അന്തോ ബന്ധമില്ലാതെ വന്ന മനുഷ്യ ആരാന്ന് പറഞ്ഞു കൊടുക്കാം അമ്മയ്ക്ക്. പറ്റിയല്ല. അമ്മ പറഞ്ഞല്ലോ ആരാ. അമ്മ പറഞ്ഞല്ലോ. അല്ല അമ്മ പറഞ്ഞ ആരാന്ന് പറഞ്ഞില്ലേ ഉള്ളു. പറഞ്ഞു കൊടുക്ക ആരാന്ന്. അതേ പറഞ്ഞല്ലോ. അന്തം ബന്ധമില്ലാത്തത് ആൾക്കാരെ എവിടെയുള്ളതെന്നൊക്കെ അറിയണ്ടേ. പിന്നെ ആരാ? നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമില്ലാത്തതാണോ? എങ്ങനെയാ നമുക്ക് അറിയണ്ടേ. ഇവിടെ ഇരുന്ന ഷർട്ട്, ഇവിടെ ഇരുന്ന ഷർട്ടാണ്. കണ്ടിട്ടില്ലല്ലോ. ആ അവിടെ ഇരിക്കുന്നതിനകത്ത്. ഈ ഷർട്ട് ഏതാന്ന് ഞാൻ ചോദിക്കുകയത്. ഈ ഷർട്ട് പുതിയതാ. അതിനെന്നാ കാണാത്തത് കൊണ്ട് ചോദിച്ചതാ. പാളെ മനസ്സിലായല്ലേ? ഇരിക്കണ്ട, ഇരിക്കാൻ പോവാ. കഞ്ഞിയെ കുടിച്ചോ? ഉച്ചക്കത്തെ കഞ്ഞിയെ കുടിച്ചോ? നടക്കുമായിരുന്നു. മേലെ ഞാൻ പാല് മേടിച്ചോണ്ട് വരട്ടെ. തളരുവാണ്, ചൂടായിട്ടാ. വെള്ളം തരട്ടെ? അത് കഴിയല്ല കുടിക്കാൻ. പിന്നെ മുട്ടായി തിന്ന ഇപ്പൊ. ഞാൻ പോട്ടെ. തീ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ പോയേക്കുവാ. എങ്ങോട്ടാ? ഇവിടെ വല്ലവരും ഉണ്ടോ? അവിടെ വന്നിട്ടുണ്ട് ആള്. ആള് വന്ന് ആളാണ് വന്ന് നിൽക്കുന്ന. എന്നാ പറയാ? ആള് വന്ന് നിപ്പുണ്ടെന്ന്. ആരാ? ഞാൻ. അവള്. ഞാൻ പോരെ? നീയാ? ആ അങ്ങനെ നേരത്തെ പോവാന്നാളെ എന്നെ കണ്ടേച്ചു. ആ ഞാനിവിടെ എന്നാ പോരെ? എൻ്റെ കാറിലെ ആൾക്കാർ. ആ കാറിലെ ആൾക്കാർ പോട്ടെ. അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ഓരോ കാറ്. ആ ആ ഏതാണ്ട് ചോദിക്കുന്നുണ്ട്. ആരാ അവിടെ? ഇവിടെ ഇതിന്റെ അടുത്ത് നിന്നോളിയല്ലേന്ന്. ഇതിന്റെ കൂടെ നിന്നോളിയല്ലേ? ഈ മനുഷ്യന്റെ കൂടെ നിന്നോളിയല്ലേന്ന്. ഇവിടെയോ? ആ ഇവിടെ ഇരിക്കുന്ന. എന്നാ പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നാന്ന് ചോദിച്ചാ കവറിനകത്ത് ഇരിക്കുന്ന എന്നാന്ന്.
ആ കൂട്ടിലെ എന്നാന്ന് ചോദിക്കും. ആ കൂടിനകത്ത് എന്നാന്ന് ചോദിക്കും. ആ കൂടിനകത്ത് എന്നാന്ന് ചോദിക്കേ ദേവിക്കുട്ടി. എത്ര പ്രാവശ്യം പറയണം ഇതിനകത്ത് എന്നാന്ന് ചോദിക്കും. അതൊക്കെ പണ്ട് കാലം. ഓരോ വീടും നാടും ഒക്കെ ആയ ഓരോ സാധനം പല കൂട്ടം കാണും. ഒരു വീട്ടിൽ എന്തെല്ലാം സാധനം ഉണ്ടല്ലോ ഒരു കുടുംബം കഴിയണം, അത് മനസ്സിലാക്കണം. അത് നമ്മൾ അവരുടെ പരിഷ്കാരം ഒന്നും നോക്കി പറ്റിയല്ല. ഉപദേശി എലിക്കുട്ടി, ഉപദേശി. ഞാൻ പോവാ കേട്ടോ. നീ എവിടെ പോവാ? എനിക്ക് പോകത്തില്ലേ? എനിക്ക് പോകത്തില്ല. പോകണ്ട, ഇങ്ങോട്ട് വാ. പേടിയാണോ? പേടിയാണോ? ഇങ്ങോട്ട് വാ. ഈ മനുഷ്യനെ കണ്ടിട്ട് പേടി. ഇതിനെ കണ്ടിട്ടാണോ? ഇവിടെ ആരും ഇല്ല. അയ്യോ ഞാനിപ്പേക്ക് വരാം. ഇതൊന്നും ചെയ്യത്തില്ല. ഇത് അമ്മയുടെ മകൻ ജോമോനാ. ആരാണേലും. ഞാൻ പാല് മേടിക്കട്ടെ, ചായ കുടിക്കട്ടെ. ഈ ചായ എടുത്താൽ പോകണം. പാല് മേടിച്ചോണ്ട് വരണ്ടേ? പാല് മേടിക്കാൻ പോകണം. അമ്മ പോവോ? ഇപ്പൊ എവിടുന്നോ മോളെ? ഇവിടെ സ്റ്റോറിൽ നിന്ന് മാളൊക്കെ ആണല്ലോ. പോട്ടെ. എനിക്കാണേലും ഒന്ന് കിടക്കാൻ അത്യാവശ്യം. പോയി കിടന്നോ? ഇവിടെ പോയി കിടന്നോ? നമ്മുടെ കട്ടിലേ പോയി കിടന്നോ? നടക്കൂല ഞാൻ ഇത്ര നേരം. പോയി കിടന്നോ? ആരെയും കാണാനില്ലല്ലോ. ആര്? ചുമ്മാ കയറി കിടന്നാൽ മതിയോ? പിന്നെ ചുമ്മാ കട്ടിലോട്ട് കയറി കിടന്നാൽ മതി. ആ കട്ടിലോട്ട് കയറി കിടന്നാൽ മതിയെന്നേ. പിന്നെ ഓരോന്നും പറയാൻ തുടങ്ങും. ചുമ്മാ കയറി കിടന്നാൽ മതി. ജോമോനോട് കിടക്കാൻ വരുമോന്ന് ചോദിച്ചു. എന്നെ വേറൊരാളെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്നെ വേണ്ട. ഇതൊക്കെ അറിയാം. കാര്യം കാണാൻ മാത്രമുള്ള ഒരു സ്നേഹമൊക്കെ ഉള്ളെന്നും എനിക്കറിയാം. പിന്നെ എന്തെങ്കിലും ആട്ടെ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ഇവിടെയല്ലേ കിടക്കുന്നേ? ആരുമില്ലാത്ത സമയത്തെങ്കിലും എന്നെ സ്നേഹിക്കുമല്ലോ. ഇവിടെയല്ലേ കിടക്കണേ? ഇവിടെ കിടക്കണേ? ഇവിടെയല്ലേ കിടക്കുന്നേ? ഇവിടെ ഈ മുറിയില്ലേ? ആ അല്ലേ എലിക്കുട്ടിയമ്മയുടെ മുറി. എലിക്കുട്ടിയമ്മ കിടക്കണം പറഞ്ഞ അന്നേരം വന്നത് അത്തരം പ്ലാസ്റ്റിക് എടുക്കാൻ അവിടെ വന്നോണ്ടേ അതിനെ അവിടെ നോക്കിയിരിപ്പായിരുന്നു. അപ്പൊ എന്നോട് ഇച്ചിരി വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു. ഞാനിവിടെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ അടിച്ച് തുടച്ച് വാരട്ടെ കേട്ടോ. കിടന്നാൽ ശരിയാവോ? പണി തീരുവോ? ഞാൻ ഇവിടെ ഉണ്ട്. കക്കൂസൊക്കെ ഒന്ന് കഴുകട്ടെ. കക്കൂസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ എന്ന്. നായിക്കോ കിടന്നോ കേട്ടോ. ആ കഥ അങ്ങ് ചാരിയേച്ചേ പോവാ. പോയി കിടന്നോ? കിടന്നോ? കിടന്നോളെ കേട്ടാ. ഇന്നലെ പ്രാർത്ഥനയൊക്കെ ശരി വെളുപ്പിനെ പഠിപ്പിച്ചതല്ലേ? എൻ്റെ ഉറക്കക്ഷീണയില്ലേ? പകലൊന്നും കിടന്നില്ലല്ലേ? കിടന്നായിരുന്നോ? ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാ കിടന്നോ. ഞാൻ പോവാ കേട്ടാ. ഇനിയിപ്പോൾ ആരും വരാനൊന്നുമില്ല. ആരും വരാനില്ല. കിടക്കാൻ സമയമായില്ലല്ലോ. കിടക്കാറാകുമ്പോഴേ വരുള്ളൂ. പോവാ. എന്നാ പോവാണേ. പോയേച്ചു വരാം. ഓരോ സ്ഥലം വഴി പോകണ്ടേ? കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? കണ്ടു കേട്ടും അറിഞ്ഞുമൊക്കെ വരണ്ടേ? കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ? കിടക്കാൻ അവിടെ കൊണ്ട് ഇരുത്തിയേച്ച് പോകുന്ന അമ്മ അതേ വന്നിരിക്കണം. വന്ന് ചോദിക്കുമോ പോവാണോ എന്ന് ചോദിച്ചു. അമ്മ പോയി കിടന്നോ, ഞാൻ പോയിട്ട് വരാം. പോയി കിടന്നോ. പോയേ കിടക്കുന്നില്ലേന്ന്. പോയി കിടന്നോ. ഞാൻ പോയിച്ചു വരാം കേട്ടാ. ജോമോൾ അവിടെ ഉണ്ടല്ലോ. അവളവിടെ കഴുകുന്നുണ്ടല്ലോ. ജോമോൾ അവിടെ ഉണ്ടെന്നേ. ഞാൻ കുറുപ്പന്തറ വൈകുന്നേരം വരും. വൈകുന്നേരം വൈകുന്നേരം വരുള്ളൂ. എന്നാ കേട്ടില്ല. അപ്പോൾ ഞാൻ പോവാ. ഉടുപ്പിട്ടുണ്ടെങ്കിൽ പോണില്ല. എങ്ങും പോണില്ലെന്നേ. എങ്ങും പോണില്ല. ഇല്ലെന്നേ. എങ്ങും പോണില്ലെന്നേ. അല്ലല്ല. എലിക്കുട്ടിയമ്മയുടെ വർത്തമാനം പറയാൻ വന്നപ്പോൾ ഉടുപ്പങ്ങ് എടുത്തിട്ടേ ഉള്ളൂ.
കഞ്ഞിയൊക്കെ കുടിച്ചോ? കഞ്ഞിയൊക്കെ കുടിച്ചോ? ഞാനൊന്നും കഴിച്ചില്ല. അതിനാ ആരും തന്നില്ലേ? വെള്ളം കഞ്ഞിവെള്ളം പോലും കുടിച്ചില്ല. അതിനാ പറ്റി? ഇപ്പോൾ വേനൽക്കാലം വെള്ളമൊക്കെ കൂടുതൽ കുടിക്കണ്ടേ? സമയം കിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേ നേരം പോയിട്ട് പിന്നെ ആ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാ പരിപാടി? ഇവിടെ എന്നായിരുന്നു പരിപാടി? ഇവിടെ എന്നായിരുന്നു പരിപാടി? പരിപാടിയോ? ആ പിന്നെ ഇവിടെ വന്നല്ല അത് ഓരോ താഴെയൊക്കെ ഇവിടെ കിടക്കുമല്ല. ആ ആരും നോക്കാൻ അന്വേഷിക്കാനില്ല. ആണോ? പിന്നെ ആ അതെല്ലാം എടുത്ത് ശരിയാക്കണമായിരുന്നോ? എവിടെ പോയി എല്ലാവരും? ഇതാരാ വരുന്നേ? ഇത് എവിടെയായിരുന്നു? ഞാൻ പള്ളിയിൽ പോയേക്കുമായിരുന്നു. ആണോ? ആഹാ. അതാ എവിടെയും കാണാന്. ആണോ? എന്നെ അന്വേഷിച്ചോ? പിന്നെ എന്നെ അന്വേഷിച്ചായിരുന്നോ? പിന്നെ ആണോ? പിന്നെ ഇതിവിടെ ഉണ്ടായിരുന്നല്ലോ. കൊച്ചുമകനും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ല അതിനാ അതുകൊണ്ടൊക്കെ കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ നിന്നെ കാണാനുള്ള നീ പറ്റിട്ട് വേറെ ആൾക്കാർ കണ്ടോട്ട് കാര്യം. ഓ ഞാനൊരു വേറെ ആൾക്കാരൊക്കെ ഉണ്ടമ്മേ. ഞാൻ ഇപ്പൊ ഉള്ളത് കൊണ്ടല്ലേ ആൾക്കാർ വേറെ ഇല്ലാതെ വരുന്നത്. ഞാൻ ഉള്ളത് കൊണ്ടല്ലേ. ഇല്ലാതെ ആകുമ്പോ ആൾക്കാർ വേറെ വരും. അതൊന്നുമില്ല. ആര് പറഞ്ഞു? അമ്മേനെ പൊന്നു പോലെ നോക്കൂ. അമ്മേനെ പൊന്നു പോലെ നോക്കൂന്നേ. എന്നെ കണ്ടില്ലെന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പൊന്നു പോലെ നോക്കണമെന്ന്. മറ്റുള്ളവർ വന്ന് ശല്യം ചെയ്യേ. അമ്മേനെയോ? ഇല്ല, ആരെയും ശല്യം ചെയ്യണ്ട. ആരെ ശല്യം ചെയ്യുന്നില്ല. എല്ലാരോടും കാര്യമായ രീതിയിൽ പെരുമാറും. ചൂടെടുക്കണം. ഞാനിവിടെ ഇരിക്കട്ടെ. ആവി ആവി ആവി. നീ കിടക്കാന്നോ? ഞാനോ? കഞ്ഞി കുടിച്ചായിരുന്നോ? കഞ്ഞി തന്നോ വല്ലവരും? കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ചോ? ഞാൻ കുടിച്ചില്ല. ആരും തന്നില്ലേ? ഇതും തന്നില്ലേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. മകൻ തന്നില്ലേ? കൊച്ചുമകൻ കൊച്ചുമകൻ തന്നില്ലേ? വിവാൻ. എന്നാ കഞ്ഞി എടുക്കട്ടെ? വേണ്ട. അയ്യോ കഞ്ഞി കുടിക്കണം. ഇപ്പം വേണ്ട. അയ്യോ കഞ്ഞി കുടിക്കണം. നീ കിടക്കാൻ പോവാ. അയ്യോ വേണ്ട. ഈ കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. മരുന്ന് കഴിക്കാനുണ്ട്. വേണ്ട. മരുന്ന് കഴിക്കാനുണ്ട്. നേരം വേണ്ടിട്ട്. നേരമല്ല ഇപ്പൊ കഞ്ഞി കുടിക്കണം. നേരം വെളുത്താണ് കഞ്ഞി കുടിക്കണേ. ഞാൻ എടുത്തോണ്ട് വരുവാ. നേരം വെളുത്താണ് കഞ്ഞി കുടിക്കണേ. എപ്പോഴല്ലേ കഞ്ഞി കുടിക്കണ്ടേ? ഇവിടെയൊക്കെ കറുത്തിരിക്കുന്നത് തലമുടിയൊക്കെ കറുത്തന്നേ. എന്താന്നറിയോ? നീലാമരിയാന്നേ. ആണോ? നീലാമരി എണ്ണ വെച്ചിട്ടാ. കറുത്തിട്ടുണ്ടോ തലമുടി? നീലാമരി ഉണ്ടോ? കറക്കണമുണ്ടോ? തലമുടി കറക്കുവാന്ന്. ആ ഒത്തിരി കറുത്തു. തലമുടി കറക്കും. ഇപ്പൊ പ്രായമാകുമ്പോഴാണ് തലമുടി കറക്കണത്. ഡൈ ചെയ്താ കറക്കും. ആ കറക്കട്ടേന്നേ. വെളുത്തിരുന്ന വല്ലത്തിനും കൊള്ളു അല്ലെ? നരച്ച് നരച്ച് നരച്ച കണ്ണാടി പോയിരുന്നു പറയും. തലമുടി എല്ലാം നരച്ച് 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 ഒരു വകയായത്. ഞാൻ പള്ളിയിൽ പോയി മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് സിങ്കിലൊക്കെ കൊണ്ടേ വാഷ് ബേസിനിൽ കൊണ്ടേ പാത്രമൊക്കെ കഴുകുന്നേ. ഇപ്പം വണ്ടി എന്തോ ഈ ജോമോൻ എന്നാ പറ്റിയേ? മോനെ എനിക്കറിയാവുന്നത്. ജോമോനെ അറിയാവോ? എന്നാ ഏതാന്നൊന്ന് പറഞ്ഞൊന്ന് കാണട്ടെ. ഏതാന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാനൊന്നും പറയുന്നത് അങ്ങനെ പറ്റിയല്ല. ഒന്ന് പറ, ഞാനൊന്ന് കാണട്ടെ ജോമോൻ ഏതാന്ന്. ഒന്ന് പറഞ്ഞു. അത് അന്ന് നിങ്ങൾ വന്ന് ചോദിക്കുക പറയും ചെയ്താൽ. അല്ല അമ്മക്ക് അറിയാന്നല്ലേ പറഞ്ഞ. അപ്പൊ അമ്മയൊന്ന് കാണ. അമ്മ പറയുന്ന ഞാനൊന്ന് കാണട്ടെ ആരാന്ന്. എനിക്ക് പിന്നെ അവരെ അറിയില്ല. അവനെനിക്ക് അവനെ അറിയാവുന്ന ഞാൻ പറഞ്ഞത്. അന്നൊന്ന് പറഞ്ഞ ഏതാന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണോന്ന് അറിയാനാ. പിന്നെ ആരാ? എനിക്കറിയത്തില്ല. അതുകൊണ്ടാ ജോമോൻ ഏതാന്ന്. പിന്നെ അതിനുമാത്രം പേരില്ലല്ലോ അവര്. അന്ന് ഏതാ ജോമോൻ? അവര് രണ്ടുപേരില്ല. ജോമോൻ ഏതാന്ന് പറയുമേ. മുട്ടായി തരാം. അവന്റെ ഏട്ടനോ ഒന്ന് അവന് പിന്നെ രണ്ടുപേരുണ്ട്. മുട്ടായി തരാം. ജോമോൻ ഏതാന്ന് കാണിച്ചു തരുവാണെങ്കിൽ. മുട്ടായി? ആര്? ഞാൻ തരാന്ന്. പറയാ. അമ്മ പറ ഏതാന്ന് കാണിച്ചു തരാമെങ്കിൽ. ജോമോൻ ഏതാണെന്ന് കാണിച്ചു തരുവാണെങ്കിലേ ഞാൻ മിഠായി തരാം. അറിയത്തില്ലേ? മുട്ടായി എവിടുന്നാ? മുട്ടായി ഒക്കെ ഇവിടെ ഉണ്ട്. മുട്ടായി ഇവിടെ ഉണ്ട്. ജോമോൻ ഏതാന്ന് പറ. എനിക്ക് തിന്നോ? അമ്മയ്ക്ക് അറിയാവുന്ന ജോമോനെ കാണിച്ചു തരാനേ. അറിയാവുന്ന ജോമോനെ ഇവരൊക്കെ ഏതൊക്കെ? ഉള്ളൂ. അതൊന്ന് കാണിച്ചു ഏതാന്ന്. കൈ ചൂണ്ടി ഒന്ന് കാണിക്കും. ജോമോൻ ഇതാണെന്നൊന്ന് പറ. നോക്കുന്നുണ്ടേ. ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് തല നോക്കി നോക്കുന്നുണ്ട്. വിളിച്ചു പറയാനായിട്ട് പോകാൻ നേരം. പുറത്ത് ഞാൻ പുറത്തുള്ളതല്ല. ഞാനിവിടെ സ്വന്തമല്ലേ. ഞാൻ അമ്മയുടെ സ്വന്തമല്ലേ. അപ്പൊ അമ്മ ഏതാന്നൊന്ന് പറഞ്ഞേ. ഞാനോ? ജോമോൻ ഏതാന്നൊന്ന് പറയാൻ.
രോമാനൊക്കെ അതിന് മകനല്ലേ? മകനല്ലേ? എൻ്റെ ഭാര്യ. അമ്മയുടെ മകനല്ലേ? ആ അപ്പൊ അതിൽ ഏതാണെന്ന് പറഞ്ഞേ. മുട്ടായി എടുക്കുവാ ഞാൻ. വേറാന്നോ? അവനോ? ആ, അവൻ്റെ വീട്ടുപേര് വീടും എന്തോ എനിക്കറിയില്ല. ആളെ ഒന്ന് പറഞ്ഞാ മതി ഏതാന്ന്. ഇവിടെ എങ്ങാനും നിപ്പുണ്ടോ? പരിചയക്കുറവാ. ഇവിടെ എങ്ങാനും നിപ്പുണ്ടോ ആരാ? ജോമോൻ? ഇല്ല. ഒന്ന് വിളിച്ചു നോക്കിക്കേ, വിളി കേൾക്കുമെന്നറിയാം. അവൻ പോയി. പോയോ? ഒന്ന് വിളിച്ചു നോക്കിയേ ജോമോനെ, ഒന്ന് വിളി കേൾക്കുമെന്നറിയാം. അപ്പൊ നമുക്കറിയാം ഇവിടെ ഉണ്ടെന്ന്. അവരിനിയിപ്പോ രാത്രിക്ക് വരുമോ? അല്ലെന്നേ, രാത്രിയല്ലേ, ഇപ്പൊ നേരെ ഇതേ ഉണ്ടോ, ഇരുട്ടിയിട്ടില്ല, പകലാ, വെളിച്ചമുണ്ട്. അമ്മ വിളിക്കേ ജോമോനെ വിളി കേൾക്കുമെന്ന് നോക്കട്ടെ. ജോമോനെ വിളിച്ചേ. ഇവിടെ ഉണ്ടെങ്കിൽ വിളി കേൾക്കും. എന്നാത്തിന്? ഇവിടെ ഉണ്ടെങ്കിൽ വിളി കേൾക്കും. ഇവിടെയൊന്നും ഇല്ല. ഇവിടെ ഉണ്ടോ ഇല്ലയോ നോക്കണ്ട, വിളിച്ചു നോക്കിയേ. ഒന്ന് വിളിച്ചു നോക്കിയേ. ഇവിടെ മുട്ടായി എടുക്കാം. മുട്ടായി എടുക്കുവാ, എടുക്കാൻ പോവാ. പിന്നെ മുട്ടായി എടുക്കുവാ. അതേ ഉണ്ടോ? ആർക്കാ മുട്ടായി? അതേ എലിക്കുട്ടി അമ്മയ്ക്ക് ഉണ്ടോ? ജോമോൻ ഒന്ന് മേടിച്ചോണ്ട് വന്ന മുട്ടായിയാ, മൂന്നാറിന് പോയപ്പോ. പറ, ജോമോനെ വിളി, ജോമോനെ വിളി. ഇവിടെ ഉണ്ടോ ഇല്ലയോന്ന് അറിയണ്ടേ? ഒന്നിവിടെയൊന്നും ഇല്ലായിരിക്കുന്നു. അതൊന്ന് വിളിച്ചു നോക്കിക്കേ. എന്നാ വരുമ്പം വരും. ഒന്ന് വിളിച്ചു നോക്കേ എലിക്കുട്ടിയമ്മേ. എന്നാ പാല് മുട്ടായി. ചോക്ലേറ്റാ? ആ കപ്പിങ് തന്നേര്. ചോക്ലേറ്റ് മുട്ടായിയാണ്. ഐസായില്ലേ? വയസ്സ് പോയില്ലേ? ഐസ് വെച്ചാലേ അത് ഇരിക്കുകയുള്ളൂ, അല്ലെ അത് അലുത്ത് പോവും. കൊണ്ടുവന്ന വഴിക്ക് തന്നെ കുറേ അലുത്ത് പോയി. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചൂടായി. ജോമോൻ ഇവിടെ ഉണ്ടോ? ജോമോൻ ഇവിടെ ഉണ്ടോ? ജോമോൻ ഇവിടെ എങ്ങാനും ഉണ്ടോ? ആ വിവീന പപ്പ ഇവിടെ ഉണ്ടോ? ഈ ജോമോൻ പപ്പ. അവൻ പോലെ പുറത്തോട്ട് പോയാൽ. അപ്പൊ ഈ നിക്കുന്ന ആരാ? ഈ നിക്കുന്ന മനുഷ്യൻ ഏതാ? ഈ നിക്കുന്ന മനുഷ്യൻ അവനും ഒരു മനുഷ്യൻ. അതെ. അപ്പൊ ജോമോനെ അറിയത്തില്ല. ജോമോനെ എല്ലാവർക്കും ഒരു പേരാണ്. ജോമോനെ അറിയത്തില്ല. ജോമോൻ മകനാണെന്നും പേര് ജോമോൻ ഒക്കെ അമ്മയുടെ മാനാന്നൊക്കെ അറിയാം. പക്ഷെ ആളെ അറിയത്തില്ല. ആളെ അറിയത്തില്ലെന്നേ, അറിയാവുന്ന കാര്യമല്ലേ. ആളെ അറിയത്തില്ലെന്നുള്ള അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ടല്ലേ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ ആളെ അമ്മ തിരിച്ചറിയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നതാണ് കേട്ടോ. അമ്മയുടെ ഓർമ്മയിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടോ? നേരത്തെ അമ്മ പുറത്തൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേനും അറിയാമായിരുന്നു. നിങ്ങൾ ആദ്യം മുതലുള്ള വീഡിയോ ആണെന്നവർക്കറിയാം. പുറത്ത് കടയിലൊക്കെ പോകുമ്പോൾ എന്നെ പ്രത്യേകം തിരിച്ചറിയുമായിരുന്നു അമ്മ. വീട്ടിലോട്ട് കൊണ്ട് വിട്ടേക്കാൻ. ചായയും കുടിച്ച് മുട്ടായിയും തിന്ന് ഇന്നത്തെ എല്ലാ ആഹാരം കഴിഞ്ഞ് അത്താഴം മാത്രമേ ഉള്ളൂ. ഇനി വീട്ടിൽ കൊണ്ട് ആക്കിയത് അല്ലേ? വീട്ടിൽ കൊണ്ട് ആക്കിയേക്കാനല്ലേ പറഞ്ഞേ? അവിടെ ആക്കിയത് ജോമനെ കുളിയും കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇന്നില്ല. ഇനി നാളെ രാവിലെ വന്നാ മതി അല്ലേ? ഏത് വീട്ടിലാണ്ടാക്കണേ? ഏത് വീട്ടിൽ കൊണ്ടാക്കും? ഏത് വീട്ടിലാ കൊണ്ടാക്കണേ? വീട് ഏതാണെന്ന് അറിയത്തില്ലല്ലോ. എന്റെ വീട്ടിൽ പോയാ മതിയോ? എന്റെ വീട്ടില് പോരുന്നുണ്ടോ? എന്റെ വീട് ഇവിടെ അടുത്താ. പോരുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല, പോര്. ഇങ്ങോട്ട് പോരണമെങ്കിൽ പോരാ, അമ്മയുടെ ഇഷ്ടം. കുടുംബമായിട്ട് ജീവിക്കുന്നതാ. അവിടെ കുടുംബമായിട്ട് കിടക്കും. എന്നാലും ഇവിടെ അവിടെ കിടക്കാൻ പോയി പറ്റത്തില്ല. അങ്ങനെ പോയി കിടക്കാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടാവും മറ്റുള്ളവർക്ക്. പിന്നെ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പാരില്ലേ കളി. ഇപ്പൊ ആർക്കും ശല്യം. ഞാൻ അങ്ങനെയാ കേട്ടോ. ഞാൻ ആർക്കും ശല്യപ്പെടുത്താൻ ഞാൻ എങ്ങും പോയില്ല. എവിടെ പോവാ? എവിടെ പോവാ? ആ തിണ്ണേ പോയിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുവാ. തിണ്ണയിലൊക്കെ പോയില്ല. ഇവിടെ എന്നാ പരിപാടി? ഇവിടെ എന്താ കലക്കിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. ഇവിടെ എന്നാ കലക്കിക്കൊണ്ട് പോണേ? അവിടെ ഏതാണ്ടൊക്കെ കലക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ഏതാണ്ടൊക്കെ കലക്കിക്കൊണ്ട് പോകുന്നുണ്ടെന്ന്. അവിടെ അങ്ങ് കയറിപ്പോയി. അങ്ങോട്ട് കയറിപ്പോയി. അതോട്ട് പോയി. അങ്ങോട്ട് പോയി. ബാത്റൂമിൽ എല്ലാം പോയിരിക്കും.
വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.